ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ആശിഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് മഴക്കോളുണ്ട്, നല്ല മഴക്കോളുണ്ട്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ പെയ്യും. എന്തായാലും നമുക്ക് അതൊരു സ്പോട്ടിൽ പോയിട്ട് വരാം. എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പറ്റുമെങ്കിൽ നമുക്ക് മീൻ പിടിക്കാം. അവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്, അവിടെ നമുക്ക് മീൻ പിടിക്കുന്നത്. നമുക്കെന്തായാലും അങ്ങോട്ട് പോയിട്ട് മതിയാവും. ആശിഷിനെ വിളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ട ഇരിക്കുന്ന പുള്ളിക്കാരൻ സ്ഥലത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പോസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ളൊരു പാറയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആ പാറയുടെ പേരെന്താ? ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാറയാണ്. ഇവിടെ ഇതേ കണക്ക് 2-3 പാറകളുണ്ട്. അപ്പം ഈ പറയുന്ന പാറയിൽ നമ്മൾ മുമ്പ് കയറിയിട്ടുള്ളതാണ്. എന്നാലും വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. മറ്റേ പുള്ളിക്കാരൻ വരാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. പുള്ളി ഓട്ടം പോയതാണ്. അപ്പം നമുക്ക് നേരെ പാറയിലോട്ട് പോകാം. പോകുന്ന വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഇവിടെയൊക്കെ ആള് താമസമുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അവിടെ ഒരു വീട് നമുക്ക് കാണാം. അതേപോലെ അവിടെ ഒരു വീടുണ്ട്. ഈ താഴെയൊക്കെ വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം ആള് താമസമൊന്നുമില്ല. ഒരു പണ്ട് ലോറിയൊക്കെ പോയിക്കൊണ്ടിരുന്ന വഴിയില്ലടാ, കോറിയിലോട്ടല്ലേ. നമ്മളിപ്പം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറമടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് ഈ കാണുന്ന വഴിയാണ് പോകാനായിട്ടുള്ളത്. ഇത് ഫുള്ള് പറയുകയാണെന്നുണ്ടെങ്കിൽ കാടാണ്. കാട് മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം ഈ ഷോർട്സാണ് ഇട്ടേക്കുന്നത്. മുറിയൂല എന്നൊക്കെ ദൈവത്തിനറിയാം. ഫുള്ള് മുള്ളാണ് ഇവിടെ. അയ്യോ, അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ പഴയ കോറി. ഇപ്പം വർക്കിംഗ് ഒന്നും അല്ല. ഇപ്പം ഇവിടെ അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നിരോധിച്ച? കോടതിയാണ്. കോടതി സ്റ്റേ ചെയ്തതാണല്ലേ, കളക്ടർ സ്റ്റേ ചെയ്തല്ലേ. കൊല്ലം ജില്ലയിലെ എല്ലാ കോറികളും സ്റ്റേ ചെയ്തപ്പോഴത്തേക്കാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ആ കാണുന്ന സ്ഥലത്തൂടെ നമുക്ക് പാറയുടെ മണ്ടയിലോട്ട് കയറാം. ആശിഷ് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പാറയുടെ മണ്ടയിൽ കയറാനായിട്ട്. നാട്ടുകാർ വളഞ്ഞിട്ടടിക്കുമെന്നുള്ള കാര്യമൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ കയറാനായിട്ട് തീരുമാനിച്ച് നമ്മൾ കയറാനേ ചെയ്യും. അപ്പോൾ ആശിഷ് മണ്ടയിലോട്ട് കയറുന്നുണ്ട്. പുള്ളിക്കാരന് പിന്നെ ഇന്നൊക്കെ ശീലമുള്ളൊരു കാര്യമാണ്. ഫൈനലി നമ്മളെത്തി. നമുക്ക് അതിൻ്റെ മണ്ടയിലാണ് കയറാനുള്ളത്. സോറി ഗൈസ്, നമുക്ക് അതിൻ്റെ മണ്ടയിലാണ് കയറാനായിട്ടുള്ളത്. നമ്മൾ ഇവിടെ മാത്രമേ എത്തിയുള്ളൂ. പക്ഷേ ഇവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ ഏകദേശം ചെറിയ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഏത് കാട്ടിലോട്ടാ എന്നെ വിളിച്ചോണ്ട് പോണ കളി? തേഞ്ഞു. സത്യത്തിൽ എനിക്ക് വഴി അറിയാമോടെ? ഈ കാണുന്ന വഴിയൊക്കെയാണ് ഈ സമദ്രോഹി എന്നെ വിളിച്ചോണ്ട് പോണത്. പിന്നെ ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൊത്തം പൊട്ടിച്ചടങ്ങുന്ന ചീകളാണ്. ചവിട്ടുമ്പോൾ തെന്നിക്കഴിഞ്ഞാൽ പാറ മാത്രമായിരിക്കില്ല, നമ്മളിവിടെ താഴെപ്പോയി. ആദ്യം പോണ ഞാനായിരിക്കും, പിന്നെ പാറ വരും. സാധാരണ എൻ്റെ കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. എൻ്റെ പൊന്നിടാ, ഞാനേ ഇപ്പൊ ചെന്ന് നേരെ അങ്ങ് ഇറങ്ങിക്കൊടുത്തത്. നമ്മൾ നേരത്തെ നടന്നു പോകുന്ന സ്ഥലമാണ് ആ കാണുന്നത്. ആ വഴിയാണ് നമ്മൾ വന്നത്. വന്നിട്ട് ഇതുവഴി കയറി ആണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. വൈകുന്നേരം ആയിരുന്നെങ്കിൽ നല്ല കാറ്റെങ്കിലും കിട്ടിയാണ്. ഇപ്പോൾ നട്ടുച്ചയാണ്ട് നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകുന്നതാണ്. ക്യാമറ ചതിക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. ചാർജർ എടുത്തിട്ടുണ്ട്, പവർ ബാങ്ക് ഇല്ല. സൂപ്പർ അല്ലേ? ഇവിടെ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാനും ആശിഷുണ്ട് ഇവിടെ. ഇവർ ഇടയ്ക്കിടയ്ക്ക്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. അവർക്ക് പിന്നെ ശീലം കണ്ട് കുഴപ്പമില്ല. വയസ്സിൽ അങ്ങൊരു പള്ളി കാണുന്നുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ചെറിയ പള്ളിയിലൊരു മിനാരം കാണുന്നുണ്ട്. അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് ആ സൈഡൊക്കെ പൊന്മുടി ആയിരിക്കുമോ? അവിടെയാണല്ലേ പൊന്മുടി. നമുക്കിപ്പം ഇവിടെ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പണ്ട് ഈ പാറയുടെ മണ്ടെന്ന് പണ്ട് ഈ കോറി വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒരാൾ താഴെ പോയിട്ടുണ്ട്. പുള്ളി ഇപ്പോഴും ജീവനോടുണ്ട്. ഇപ്പോഴും ജീവനോട്. ഇതിന്റെ മണ്ടേ താഴെ ഉണ്ട്. സൂപ്പർമാനെ കാണുന്നത്. എന്നാലും അതെങ്ങനെ തലയിടിച്ചാണ്? തലയിടിച്ച് ഇവിടുന്ന് പാറ പൊട്ടിച്ചിട്ട് അതിന്റെ ചീള് തള്ളി കുത്തി കമ്പിപ്പാരൊക്കെ കുത്തി താഴോട്ടിടും. അങ്ങനെ കുത്തി താഴോട്ടിട്ടതിന്റെ കൂട്ടത്ത് കാല് തിരിഞ്ഞ് പോയതാണ്. ഇത് അതിരാണ് കേട്ടോ. ഇത് പാറയുടെ അതിരാണ്. ഇവിടെ ഉണ്ട്,
അതേപോലെ ഈ സൈഡ് വരം പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരെണ്ണം കാണാൻ പറ്റും. എനിക്കൊന്ന് ഇത് അതിരെന്നാണ് പറയുന്നത്, ഇതുവരെ പൊട്ടിക്കാവോള് എന്നുള്ള എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കാണാനാണ് ചാൻസ്. അപ്പം അവിടെയുണ്ട്, അതേപോലെ ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ എനിക്കും തോന്നുന്നത് അതിരായിരിക്കാനാണ് ചാൻസ്. അതായത് ഈ കമ്പി വെച്ചേക്കുന്നതിൻ്റെ അവിടെ മാത്രമേ ഇവർ പൊട്ടിച്ചിട്ടുള്ളൂ, ആ ഒരു ലെവലിൽ മാത്രമേ അവർ പൊട്ടിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പാറയുടെ സെൻറ്ററിൽ മാത്രമാണ് ഇവർ പൊട്ടിക്കാതുള്ളത്. അപ്പുറവും ഇപ്പുറവും ഇവർ ഫുള്ള് പൊട്ടിച്ച് തീർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അതേപോലെ അപ്പുറത്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു, അപ്പുറവും ഇപ്പുറവും നല്ല രീതിക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സെൻറ്റർ മാത്രം അവർ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഇത് ഫുള്ള് പൊട്ടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം അതിന് മുമ്പ് കളക്ടർ ഓർഡർ വന്നു, അല്ലെങ്കിൽ പൊട്ടിച്ച് ഇവിടെ കംപ്ലീറ്റ് മരുഭൂമിയാക്കിയത്. ആ പാറ എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് പാറയ്ക്കോലും അറിയത്തില്ല, പക്ഷേ ആ പാറ അവിടെ ഇരിക്കുന്നുണ്ട്. കാര്യം അതിൻ്റെ മണ്ടയിൽ ഒരു നുള്ളു സ്ഥലത്താണ് ആ പാറ ഇരിക്കുന്നത്. അത് 2 പാറയുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ നല്ല വെയിലായിട്ടുണ്ട്, ഉച്ച സമയമാണ്, ഏകദേശം ഒരു 12 മണി സമയമാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തിരിച്ചിറങ്ങുന്നുണ്ട്. ഇവിടുത്തെ വ്യൂ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിന് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല, ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. പിന്നെ അവൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. നമ്മൾ ഈ പാറയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. നമ്മളിപ്പോൾ കയറിയ പാറയാണ് ഈ കാണുന്നത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ എൻ്റെ മണ്ടിൽ നമ്മൾ കയറി എന്നുള്ളത്. ഈ പാറയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അതേപോലെ ഈ കാണുന്നത് ആനയ്ക്ക് കൊടുക്കുന്ന പട്ടയാണ് കേട്ടോ. ഞാനിത് ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളിവിടുന്ന് തിരിച്ച് ഇറങ്ങുന്നതാണ്. അപ്പം മീൻ പിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാം. ആ വീഡിയോ നമുക്ക് കാണാം, മീൻ പിടിക്കുന്ന വീഡിയോ നമുക്ക് കാണാം. കഴിച്ചത് വഴി ഇപ്പോൾ ഒരു മയിൽ പോയിട്ടുണ്ട്, നമുക്ക് മയിലിനെ കാണാം. മയിലിനെ കാണുമ്പോഴത്തേക്ക് അതുവഴി പറക്കുകയാണ്. കിട്ടൂല ഗൈസ്, കിട്ടൂല. എന്നാലും അതല്ലല്ലോ, നമുക്കൊന്ന് നോക്കാം. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടാന്ന് എനിക്കറിയത്തില്ല, അതാണ് മയില്. കിട്ടൂല. ഇതാണ് കൊക്കോ. ഇത് ഇപ്പോൾ പിഞ്ചായിട്ടിരിക്കുകയാണ്. ഇത് നല്ല സൈസൊക്കെ വെച്ച് വലുതാവുന്നുണ്ട്, പക്ഷെ വലുത് നമുക്കിപ്പോൾ ഇവിടെ ഇല്ല. ഇതിനകത്തല്ലേ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതേ കണക്കുള്ള ഒരുപാട് മരങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ 10 മണിക്ക് വന്നതാണ്. ഇപ്പം മണി ഏകദേശം 3 മണിയായിട്ടുണ്ട്. ആ ഓട്ടം പോയി പുള്ളിക്കാരൻ ഇതുവരെയും വന്നിട്ടില്ല. പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. നമ്മൾ തേച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൂണ്ടയ്ക്ക് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ എന്തായാലും കുളത്തിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അവിടെ വല്ല ചൂണ്ടാനുണ്ടെങ്കിൽ നമുക്ക് അതെടുത്തിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ എന്തായാലും പറ്റത്തില്ല. കാര്യം ഇപ്പം തന്നെ ഏകദേശം 3 മണിയായി. ഗൈസ്, അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുളം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്ന കുളം. എടാ ഈ സത്യത്തിൽ കോറിയല്ലിരുന്നടാ, ഇത് പഴയ കോറിയാണ്. ഇപ്പം പ്രവർത്തനമൊന്നുമില്ല. നമ്മൾ ആദ്യം കണ്ട കോറിയുടെ അതേ കണക്ക് ഉള്ള സ്ഥലമാണിത്. ഇതേപോലെ ഇതിൻ്റെ പാർട്ടിനായിട്ടുള്ള അപ്പുറത്ത് വേറൊരു പാറമട ഉണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ അവിടെയാണ് വരാനായിട്ട് ഉദ്ദേശിച്ചത്. ഇവിടെ ഈ വീട്ടിലൊക്കെ ആള് താമസം ഉണ്ടായിരുന്നല്ലേ? ഭാർഗവി നിലയം പോലെ ഇരിക്കും. മണി പ്ലാന്റില് വീട്ടിൽ നട്ടുവിടുന്നൊക്കെ പറയുന്നത്. പഴയ കോറിയുടെ അവശേഷിപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയൊക്കെ ദുർഘടമേറിയ വഴികളാണ്. ഇതൊക്കെ വഴികളാണ്, ആ വഴി ഉണ്ടാക്കി പോവുകയാണ് എന്നൊന്നും ഒരു പിടുത്തമില്ല. എന്തായാലും ഒരു ലക്ഷ്യം വെച്ചങ്ങ് പോവുകയാണ്. അവിടെ എത്തി. കാശ് ഇത് പുതിയ കോറിയാണ്. ഇപ്പം ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് വരെ ഇവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇവിടെ ഇപ്പം എന്തായാലും പാറ പൊട്ടിക്കുന്നില്ല. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടിപ്പറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് അങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയുന്നത്. ഈ കോറിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അവിടെ ഒരു കുളമുണ്ട്, പക്ഷേ ആ കുളത്തിലല്ല നമ്മൾ പോകാനായിട്ട് പോകുന്നത്. നമ്മൾ വേറെ കുളത്തിലാണ് പോകുന്നത്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് പഴയൊരു വീടാണ്. ഇപ്പം ആൾതാമസവും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പം പൂട്ടിക്കിടക്കുകയാണ്. ചുമ്മാ ജസ്റ്റ് ഒരു പണ്ടത്തെ ഒരു തറവാട് ഫീലാണ് എനിക്ക് തോന്നുന്നത് ഈ വീട് കാണുമ്പോഴത്തേക്ക്. നല്ല രസമുണ്ട് ഈ വീട് കാണാനായിട്ട്. വീട് കെട്ടിയേക്കുന്നത് ഫുള്ള് പാറക്കല്ലിട്ടാണ് കെട്ടിയേക്കുന്നത്. നമ്മളൊക്കെ ബേസ്മെൻറ്റ് മാത്രമേ പാറ ഇട്ട് കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇത് ഫുള്ള് പാറയിട്ട് കെട്ടിയേക്കുന്ന വീടാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ആ സൈഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. അപ്പോൾ ഇതാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്ന കുളമൊന്നുമല്ല, പാറമടയെന്നാണ് ഇത് പറയാനായിട്ട്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. എല്ലാത്തിനും നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ശരി, ബോട്ടും കൂടെ കിട്ടിയിരുന്നേക്കുള്ളൂ. എടാ ഇവിടെ അത്രയും വെള്ളം കയറിയടാ.
ഗൈസ് അങ്ങനെ നമുക്ക് ഒരുപാട് നേരത്തെ തെരച്ചിലിന് ഒടുവിൽ ആശിഷ് ഒരു ചൂണ്ട കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ആരാ ഉപേക്ഷിച്ചിട്ട് പോയ ചൂണ്ടയാണ്. നമ്മളെ എന്തായാലും ചൂണ്ട കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിക്ക് ഇവിടെ നിന്ന് ചൂണ്ട കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് വെച്ച് ആശിഷ് ഇന്ന് പൊളിക്കും. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആശിഷ് ആയുധം കൈമാറുകയാണ്. ഇവിടെ മീൻ പോയിട്ടൊരു മാക്രി കുഞ്ഞിനെ പോലും കാണാനില്ല. അതേപോലെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പാറയുടെ ഊറ്റ് ഇറങ്ങുന്നത് കാണാനായിട്ട് പറ്റും. നല്ല രീതിക്ക് ഊറ്റുണ്ട്. നമ്മളിപ്പോൾ മീന് ഇപ്പോൾ തീറ്റ ഇട്ടേക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്നൊരു വെറ്റിലിനെ പിടിച്ചിട്ടാണ് ചെയ്തത്. സാധാരണ തീറ്റ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണക്ക കപ്പ പുഴുങ്ങിയതൊക്കെയാണ് ഇടുന്നത്. കിട്ടിയല്ലോ. മണ്ണ് ഒഴിച്ച് എരെ പിടിച്ചിട്ട് വെച്ച് ഗൈസ്, അപ്പം നമ്മൾ തോൽവി സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് ഒരു മീനെ പോലും കിട്ടിയിട്ടില്ല. മെയിനായിട്ടുള്ള കാര്യം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. ഇവിടെ കിടന്നൊരു ചൂണ്ടലെടുത്ത് ചെയ്യുമ്പോൾ ഇടുകയാണ് ചെയ്തത്. അതുപോലെ നമുക്ക് ഏറെ കിട്ടിയിട്ടില്ല. നമ്മൾ വെട്ടിലിനെയാണ് കോർത്തെടുത്തിട്ടത്. പക്ഷേ അതിലും കൊത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും പിന്നെ വേറെ ദിവസം നമുക്ക് ഇടാം, മീൻ പിടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്നത്. ഇത് വേണം ക്ഷമയില്ലെങ്കിൽ ഇതിലെത്തൂല. ഇവിടെ കാണുന്നില്ല അതിൻ്റെ ഒരു പവർ കിട്ടും. ഇത് ഇക്ലാക്കുമല്ലേ ഇതൊക്കെ. അത് ചൂണ്ടെന്ന് പുറത്ത് കാടി ഇരുപതിനായിട്ട് അത് ഇങ്ങനെ കിടന്നു കണ്ട കൊഴുക്കറിയാം. പെർഫെക്റ്റ് കൊണ്ടിട് ഇട്ടാ പിടിക്കും. എര 2 മുറുകി. അപ്പോൾ തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് നമ്മളെ പയ്യൻ എരേനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരയും കൂടി മീനൊന്ന് പിടിച്ച് നോക്കാം. ജസ്റ്റ് ചിലപ്പോൾ കിട്ടിയാലോ, കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ പെട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഒന്നും കൂടെ ഇടാനായിട്ട് പോവുകയാണ് ചൂണ്ട. മീനുകളെ പിടിച്ച് പഴകിയ ആശിഷ് കുമാറാണ് ചൂണ്ട എറിയുന്നത്. മീനുകൾ പിടിക്കുന്നുണ്ട്, വളരെ കിടിലമായി പിടിക്കുന്നുണ്ട്. യെസ്, ആശിഷിന് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട്. മീന് പേരെന്തിനാണ്? ഇത് സിലോപ്പി കുഞ്ഞ്. സിലോപ്പി കുഞ്ഞ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട്. ഇതൊന്നും പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. മിക്കവാറും ഇത് തിരിച്ചു കളയാനേ കൊള്ളാവും. ചെറിയ മീനാണ്. ഗൈസ്, അപ്പോൾ 2 മീനിൽ നമ്മൾ ഒതുക്കിയിരിക്കുകയാണ്. ഇരയായി കഴിഞ്ഞാൽ ഏകദേശം തീർന്നിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല മഴക്കോളുണ്ട്, ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 മീനിൽ നിന്ന് ഒതുക്കുകയാണ്. അപ്പോൾ നമ്മൾ കിട്ടിയേക്കുന്ന മീനെ ഈ ചെറിയ കുപ്പിക്കകത്താണ് ഇട്ടേക്കുന്നത്. അവിടെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആകെ കൂടെ ഈ കുപ്പിയെങ്കിലും കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ 2 മീനാണ് കിട്ടിയേക്കുന്നത്, ചെറിയ 2 മീൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മീനെ നമ്മൾ ആദ്യം കണ്ട ചെറിയൊരു പാറമടയിൽ കളയാം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നന്മയുള്ള ലോകമേ. അപ്പോൾ നമ്മൾ 2നെയും ആ പാറമടയിൽ ഇട്ടിട്ടുണ്ട്. വളരും മക്കളെ, വളരും. ഇത് വളർത്ത് കുഞ്ഞുങ്ങളാകുമ്പോൾ ഇതിനെ നമ്മൾ പിന്നെ പിടിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.